ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസൾട്ട് സീസൺ സമാപിച്ചു. നമ്മൾ റിസൾട്ട് സീസണിന് ശേഷമുള്ള ട്രേഡിലേക്ക് കടക്കുകയാണ്. അടുത്ത സീസൺ ഏകദേശം ഒരു ജാനുവരി 10 കൂടിയേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്തവണത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ധാരാളം മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും നല്ല റിസൾട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്ന പല കമ്പനീസും ഉണ്ട്. സോ ഞാൻ അങ്ങനത്തെ 2 കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ബേസിക് അനാലിസിസ് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ 2 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബേസിക് അല്ല, അതിൻ്റെ മുകളിലത്തെ അനാലിസിസാണ് താങ്കൾ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് വിസിബിലിറ്റി വരും, മാനേജ്മെൻറ്റ് ഗൈഡൻസ് വരും, മാനേജ്മെൻറ്റ് ഈ പറയുന്നവർക്ക് ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് 10-20 പേജുള്ള ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഗൈഡൻസ് കൊടുത്ത ഡീറ്റെയിൽ പലപ്പോഴും അതിൻ്റെ അകത്താണ് കൊടുക്കാറുള്ളത്. ഇതുമാത്രം ഓർഡർ കയ്യിലുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ്, എക്സിക്യൂഷൻ ടൈം ഫ്രെയിം, അതുപോലെ തന്നെ എബിറ്റ മിക്സ്, ഇത്തവണ ബെസ്റ്റ് എബിറ്റ തന്നെങ്കിൽ എന്താണ് മിക്സ്, സൈക്ലിക്കാലിറ്റി, ഈ കൂട്ടം നല്ലതായതുകൊണ്ട് അടുത്ത കൂട്ടം നല്ലതാണെന്നുള്ള നിയമമൊന്നുമില്ല. അടുത്ത കൂട്ടർ സൈക്ലിക്കലി വീക്കാണെന്നുള്ള കാര്യം ഹിസ്റ്റോറിക്കലി ഡേറ്റയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളാണ് അടുത്ത വലിയ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതുകൂടെ ക്ലബ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ കമ്പനിയെക്കുറിച്ച് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബേസിക് അനാലിസിസ് മാത്രം നടത്തിയിട്ട് പറയുന്ന 2 സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായും താങ്കളത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല എന്നുള്ള ഒരു റിക്വസ്റ്റിൽ കൂടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ആദ്യത്തെ കമ്പനിയുടെ നാരായണ ഹൃദയാലയ എന്നാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ചെയിനാണ്. ബേസിക്കലി അവർ കാർഡിയക് സർജറിയിൽ ലോകപ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലാണ്. മാർക്കറ്റ് ക്യാപ് സംതിങ് അറൌണ്ട് 40,000 crore, സ്റ്റോക്ക് പീസ് 46.7, ഇൻഡസ്ട്രി പീസ് 54.5. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ലേറ്റസ്റ്റ് 1947 ആണ്. ആൻഡ് ROC ഈസ് 20.8, ROE ഈസ് 24.2 ആണുള്ളത്. പിഗ് റേഷ്യോ സ്ലൈറ്റ്ലി കൂടുതലാണെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് ഡെറ്റ് എന്ന് പറയുന്നത് 2340 കോടി, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.58, വിത്തിൻ ദി ലിമിറ്റിലാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വന്നിരിക്കുന്നത്. ആൻഡ് പ്ലജറ്റ് പെർസെൻറ്റേജ് കമ്പനിക്ക് ഒന്നുമില്ലെന്നുള്ള വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. ആൻഡ് എക്സലന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 63.8. വിൽ സീ ദി റിസൾട്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലെ ടോപ്പ് ലൈൻ 1361 ആണെങ്കിൽ അത് ജൂണിൽ 1507 ആയി, സെപ്റ്റംബറിൽ 1644 ആയി. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സെപ്റ്റംബറായിട്ട് നോക്കാൻ നേരത്തെ ജൂണിൽ ടോപ്പ് ലൈൻ ബെറ്ററായി, സെപ്റ്റംബറിൽ വീണ്ടും ബെറ്ററായി. അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 350 കോടിയിൽ നിന്നും ജൂണിൽ 337 കോടി, സെപ്റ്റംബർ 401 കോടി. ആൻഡ് OPM എക്സ്പാൻഷൻ 23% to 24% വന്നിട്ടുണ്ട്. ഇത് എന്താ സംഭവിച്ചു വെച്ചാൽ EPS ഏർണിങ്സ് പെർ ഷെയർ 9.72 നിന്നും സെപ്റ്റംബറിൽ ലേറ്റസ്റ്റ് വന്നിട്ട് 12.64 ആക്കി. ആൻഡ് ടാക്സ് പെയ്ഡ് ഈസ് 13%. PR കൂടെ നോക്കാൻ നേരത്ത് കഴിഞ്ഞ മാർച്ചിൽ 38.66 ആണ് EPS എങ്കിൽ ട്രെയിലിംഗ് 12 monthsൽ 41.35 ആണ്. ആൻഡ് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ് ഇവർക്ക് പല ഡൈല്യൂഷൻ വന്നിട്ടില്ല. റിസർവ് കൂടിയിട്ടുണ്ട്, 3422 നിന്ന് 3855 ആയി. ബോറോയിൻസ് 2428 നിന്ന് 2340 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് 2 പ്ലസ് പോയിൻറ്റ്സ് ആണ്. ആൻഡ് ഇൻവെസ്റ്റർ പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്റ്റേബിളാണ്, 63.85 തന്നെ. ആൻഡ് പബ്ലിക് ഇന്ത്യയിൽ 17.29 ഉള്ളൂ. ദാറ്റ് മീൻസ് ഫ്രീ ഫ്ലോട്ട് കമ്പാരിറ്റീവ്ലി കുറവുള്ള സ്റ്റോക്കാണെന്ന് അത് കാണിക്കുന്നത്. സോ ലേറ്റസ്റ്റ് റേറ്റിംഗ് ആണ് നവംബർ 10 ഇക്രയുടെ റേറ്റിംഗ് ആണ്. ലോങ് ടൈം ലോൺസ് പറയുന്നത് ഇക്ര AA സ്റ്റേബിൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഷോർട്ട് ടൈം നോൺ ഫണ്ടഡ് ബേസ്ഡും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ റേറ്റിംഗും നമ്മൾ പ്രത്യേകം കണ്ട് മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ് കമ്പനിയുടെ പൊസിഷൻ മനസ്സിലാക്കാനായി. നാരായണ ഹൃദയാലയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. സോ മെയ് മാസം മുതൽ ഒക്ടോബർ വരെ നമ്മൾ നോക്കിയാൽ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും മ്യൂച്വൽ ഫണ്ട്സ് കൂടുതലായിട്ട് മേടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. 1,55,00,000 നിന്നും 1,85,00,000, 1,84,00,000. സോ 1,55,00,000 നിന്നും സംതിങ് അറൌണ്ട് 30 ലക്ഷത്തോളം സ്റ്റോക്ക് മേടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. സ്റ്റേബിളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പൊസിഷനാണ് ഈ കമ്പനിയിലുള്ളത്. നമ്മൾ നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ബൈയിങ് ഹോൾഡിംഗ് സെല്ലിംഗ് നോക്കാൻ നേരത്തെ 95 നിന്നും ഒക്ടോബർ 96 ആയി. 96 പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്, 96 മ്യൂച്വൽ ഫണ്ട് കമ്പനീസും. 46 പേര് പുതുതായിട്ട് മേടിച്ചു, 28 പേര് എക്സിറ്റ് ചെയ്തു. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഫ്രണ്ട്സ്, അടുത്ത കമ്പനി PNGS ഗാർഗി ഫാഷൻ ജുവലേഴ്സ് ആണ്. സോ 1171, വളരെ ചെറിയ കമ്പനിയാണ്, സ്മോൾ ക്യാപ്പാണ്, ചെറിയ കമ്പനിയാണ്. സ്റ്റോക്ക് പീസ് 40.6, എക്സലൻറ്റ് ROC, എക്സലൻറ്റ് ROE ആണ്. പിഗ് റേഷ്യോ 0.21 ഉള്ളൂ. ആൻഡ് ഡെറ്റ് റേഷ്യോ 7 കോടി ആകെയുള്ളൂ, 7.91 CR ഉള്ളൂ. ഇൻഡസ്ട്രി വാല്യൂക്കാളും താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പ്ലജറ്റ് പെർസെൻറ്റേജ് ഒന്നുമില്ല. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 68.3. ടോപ്പ് ലൈൻ നോക്കിയാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ടോപ്പ് ലൈൻ 23 കോടിയാണ്. അത് ഇത്തവണ 46 കോടിയായി, എക്സാക്ട് ഡബിൾ ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടറിൽ 27 കോടിയായിരുന്നു. 7 കോടി ഓപ്പറേറ്റ് പ്രോഫിറ്റ് 13 കോടിയായി. ഓക്കെ, OPM എക്സ്പാൻഷൻ വന്നില്ല, 30%, 28% ആയിട്ടൊന്ന് സ്ലൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നുള്ളൂ. EPS വന്നിട്ട് 5 കോടിയിൽ നിന്നും 10 കോടിയായി.
പിയാനിലൊക്കെ നോക്കാൻ നേരത്തെ കഴിഞ്ഞ മാർച്ചിലെ EPS 27.81 നിന്നും 27.74 ഫ്ലാറ്റ് ആണെന്ന് പറയാം. ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ് യുഗരിയബിൾ ഡൈല്യൂഷൻ ഇല്ല. റിസർവ് കണ്ടമാനം കൂടി 89 കോടിയിൽ നിന്നും 116 കോടിയായി. ബോറോയിൻസ് നെഗ്ലിജിബിളാണ് റിസർവായിട്ട് നോക്കാൻ നേരത്തെ. ആൻഡ് ഇൻവെസ്റ്റർ പ്രൊമോട്ടർ ഹോൾഡിംഗ് 70.2 എന്നുള്ളത് സ്ലൈറ്റ് ആയിട്ടെന്ന് പറഞ്ഞ് 68.28 ആയി. പബ്ലിക്കിൽ 30.56% ഉള്ളൂ. അത് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് റിലേറ്റീവ് സ്ട്രെങ്ത്. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് രണ്ട് അസറ്റ് ക്ലാസ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ? നിഫ്റ്റിയും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന സ്റ്റോക്ക് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന സ്റ്റോക്കും അതിൻ്റെ സെക്ടർ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന സ്റ്റോക്കിൻ്റെ സെക്ടർ വേഴ്സസ് നിഫ്റ്റി കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള അനാലിസിസ് നമുക്ക് നടത്താൻ സാധിക്കും. അത് ഏത് അസറ്റ് ക്ലാസ്സിനാണ് സ്ട്രെങ്ത് കൂടുതലെങ്കിൽ ആ അസറ്റ് ക്ലാസ് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള, വീക്ക് മാർക്കറ്റിൽ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. എനിവേ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള യൂട്യൂബ് ചാനലായിട്ടുള്ള EQT FX എന്ന് പറയുന്ന ചാനലിൽ ഞാൻ 2 ദിവസം മുമ്പ് വെനിസ്ഡേ രാത്രിയിൽ റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പുറത്ത് വരാൻ പോകുന്ന വെനിസ്ഡേ, താല്പര്യം ഡിസംബർ 1st വീക്കിലെ വെനിസ്ഡേ രാത്രി 9 മണിക്ക് ഒരു ഡിസ്കഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം അത് നമുക്ക് പഠിക്കാൻ സാധിക്കത്തില്ല. ഒരു വീഡിയോയിൽ നമുക്ക് ഒരു പരിമിതികളുണ്ട് പല കാര്യങ്ങൾ പറയുന്നതിനും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ധാരാളം ആൾക്കാർ സംശയങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന വെനിസ്ഡേ രാത്രി 9 മണിക്ക് ഒരു സൂം സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പല ഓൾഡ് ചാർട്ട്സിൽ കാണിച്ചു തരാൻ സാധിക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് കാണിച്ചു തരാൻ സാധിക്കും. താങ്കൾക്ക് അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ elevate@2323@gmail.com മെയിൽ അയച്ചാൽ താങ്കൾക്ക് തീർച്ചയായും അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ സാധിക്കും. ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യുന്നു, പ്ലീസ് ഡോണ്ട് ടേക്ക് ദിസ് വീഡിയോ ആസ് എ റെക്കമെൻഡേഷൻ. കാര്യം ഇതൊരു ബേസിക്സ് മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ തീർച്ചയായും താങ്കൾ വർക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.